ഹായ് ഗൈസ്, വെൽക്കം ടു വി ലേൺ സ്റ്റഡി പ്ലാറ്റ്ഫോം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മഗധ എംപയർ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. മഗധ എംപയറിൻ്റെ ഡിക്ലൈനിൻ്റെ സ്റ്റേജിൽ പറഞ്ഞിരുന്നു. ആ ഒരു പീരീഡിലാണ് ഇറാനിയൻ ഇൻവേഷനും മാസിഡോണിയൻ ഇൻവേഷനും വരുന്നത്. ഒപ്പം തന്നെ റൈസ് ഓഫ് മൗര്യൻ പീരീഡും തുടങ്ങുവാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇറാനിയൻ ഇൻവേഷൻ ആൻഡ് മാസിഡോണിയൻ ഇൻവേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ഇറാനിയൻ ഇൻവേഷനെ പറ്റി പറയുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു മഗധൻ എംപയറിൻ്റെ സമയത്ത് നമുക്ക് മനസ്സിലാവും ഒരുപാട് കുഞ്ഞു കുഞ്ഞു പ്രദേശങ്ങളും അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ ജനാധിപത്യപരമായിട്ടുള്ള ഭരണമാണ് നടന്നിരുന്നത്. ഈ പ്രദേശങ്ങളെല്ലാം മെർജ് ചെയ്തിട്ടാണ് ആ ഒരു മഗധൻ എംപയർ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ഡെവലപ്ഡ് ആയത്. അതുപോലെ തന്നെ ഈ ഒരു മഗധയുടെ കേസ് എടുക്കുവാണെങ്കിൽ അവർക്ക് ഈ ഒരു വാറിയർ ക്ലാസ്സസിനെ എല്ലാം ഒരു ഒറ്റ ഓർഗനൈസ്ഡ് കിങ്ഡത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. അത് മാത്രമല്ല ഇതൊരു വളരെ വെൽത്തിയർ ആയിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ ഹിന്ദുക്കുഷ് പാസ് വഴി പെട്ടെന്ന് ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാനും പറ്റുമായിരുന്നു. എന്നാൽ നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ ഒരു പിക്ചർ വളരെ ഡിഫറെൻ്റ് ആണ് കമ്പയർഡ് ടു നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. ഇപ്പം 6th സെഞ്ച്വറി BC ഒരു ഹാഫ് പാർട്ടൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അവിടുത്തെ കുറേ കുഞ്ഞു പ്രദേശങ്ങളുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ഗാന്ധാരാസ്, മദ്രാസ്, ഇവരൊക്കെ തമ്മിൽ ആ ഒരു കുഞ്ഞു പ്രദേശങ്ങൾ തമ്മിൽ എപ്പോഴും ഫൈറ്റാണ്. അപ്പോൾ ഇങ്ങനൊരു ഫൈറ്റ് നടക്കുമ്പം ഒരിക്കലും അവിടെ ഒരു പവർഫുൾ കിങ്ഡം ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇറാനിയൻ ഇൻവേഷൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് പറയുകയാണെങ്കിൽ അക്കിയൻ റൂളേഴ്സ് ഓഫ് ഇറാൻ. അക്കിയൻ റൂളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് വംശജർ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പം അക്കിയൻ റൂളേഴ്സ് ഓഫ് ഇറാൻ ഇവർ എന്തായതെന്ന് വെച്ചാൽ ഇവരുടെ എംപയർ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ എക്സ്പാൻഷൻ നടക്കുന്നത് ഈ മഗധ എംപയറിൻ്റെ ആ ഒരു പ്രോമിനൻസ് ഉള്ള ആ ഒരു പീരീഡാണ്. ഞാൻ പറഞ്ഞു ഏകദേശം ഒരു 6th സെഞ്ച്വറി BC ഹാഫ് സ്റ്റേജിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം മഗധയും ആ ഒരു പ്രോമിനൻസിൽ വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു നോർത്ത് വെസ്റ്റ് റീജിയൻ്റെ ഒരു കാര്യം പറഞ്ഞു, അവിടെ ഒരു പവർഫുൾ കിങ്ഡം ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു റീജിയനിലുള്ള പൊളിറ്റിക്കൽ ഡിസ്യൂണിറ്റി എന്ത് ചെയ്തു, ഇവർ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു ആദ്യത്തെ ഒരു ഇറാനിയൻ റൂളറിനെ പറ്റി പറയുകയാണെങ്കിൽ ഡാറിയോസ് ദ ഗ്രേറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു റൂളർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഒരു 516 BC കാലഘട്ടത്തിൽ നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ പെനട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ എന്താണ്, പൊളിറ്റിക്കൽ ഡിസ്യൂണിറ്റിയാണ്, എപ്പോഴും അടിയാണ്. ഇപ്പോൾ ഒരു പവർഫുൾ കിങ്ഡം അവിടെ ഡെവലപ്ഡ് ആയിട്ടില്ല. അന്നേരം എന്ത് ചെയ്തു, വളരെ ഈസി ആയിട്ട് നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു നോർത്ത് വെസ്റ്റേൺ റീജിയനിലുള്ള കുറേ റീജിയൻസ് കീഴടക്കാൻ പറ്റി. അതിൽ വരുന്നതാണ് പഞ്ചാബ്, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ, പിന്നെ ഇൻഡസിൻ്റെ ആ ഒരു വെസ്റ്റേൺ പാർട്ട്. ഈ ഒരു റീജിയൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇറാൻ അവിടെ എക്സ്പാൻഷൻ തുടങ്ങുമ്പോൾ ഒരുപാട് പ്രൊവിൻസുകൾ അനക്സ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു പ്രൊവിൻസസിനെ ഇവർ അനക്സ് ചെയ്യുന്ന ആ ഒരു റീജിയനെ വിളിക്കുന്ന പേരാണ് സാട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ 12ാമത്തെ സാട്രാപ്പാണ് അല്ലെങ്കിൽ പ്രൊവിൻസാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യയിലെ ഇത്രയും റീജിയൻ എന്ന് പറയുന്നത്. ശരിക്കും അവർക്ക് ടോട്ടൽ ഒരു 28 സാട്രാപ്സ് ഉണ്ട്, അല്ലെങ്കിൽ 28 പ്രൊവിൻസ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ പ്രൊവിൻസ് നോക്കുവാണെങ്കിൽ ഇൻഡസിൻ്റെ റീജിയനാണ്, വളരെ ഫെർട്ടൈലാണ്. ഏകദേശം അവർക്കൊരു 360 ടാലറ്റ്സ് ഓഫ് ഗോൾഡാണ് അവർക്ക് ട്രിബ്യൂട്ടായിട്ട് കിട്ടുന്നത്. അപ്പം ഈ ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ട്രിബ്യൂട്ടിൻ്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം ഏകദേശം ഏഷ്യൻ പ്രൊവിൻസിന് ഇറാന് കിട്ടുന്ന ടോട്ടൽ റവന്യൂവിൻ്റെ 1/3 പാർട്ട് നമുക്ക് ഈ ഒരു റീജിയനിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിയൻ ആർമിയിൽ ഇന്ത്യൻസിനെ എംപ്ലോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ത്യയിലെ പ്രജകളെ ഇറാനിയൻ ആർമിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഡാറിയോസ് ദ ഗ്രേറ്റ് ആ ഒരു റൂളറിൻ്റെ കാലശേഷം വന്നിട്ടുള്ള അടുത്തൊരു സക്സസറാണ് സെർസീസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഈ സെർസീസും ഗ്രീക്സുമായിട്ട് എപ്പോഴും ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള യുദ്ധങ്ങളിലൊക്കെ ഇന്ത്യൻസിനെ എംപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത്രയും ഒരു റീജിയൻ അലക്സാണ്ടറിൻ്റെ ഇൻവേഷന് മുമ്പ് വരെ ഇത്രയും റീജിയൻ ഇറാൻ്റെ പാർട്ട് തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഒരു റീജിയൻ ഇറാനിയൻ എംപയറിൻ്റെ ഒരു ഭാഗമായി അല്ലെങ്കിൽ പ്രൊവിൻസായിട്ട് കണ്ടിന്യൂ ചെയ്തിരുന്നു ടിൽ അലക്സാണ്ടർ ഇൻവെൻഷൻ.
ഇൻഡോ ഇറാനിയൻ കോണ്ടാക്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 200 വർഷത്തോളം നീണ്ടു നിന്ന ഒരു കോണ്ടാക്റ്റാണ്. ഇൻഡോ ഇറാനിയൻ ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വെൽത്താണ് അതിന് പ്രേരണയായത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് വന്നിട്ടുള്ളത് നമ്മുടെ കൾച്ചറിലാണ്. ഇപ്പം ഇറാനിയൻ സ്ക്രൈബ്സ് അല്ലെങ്കിൽ രേഖകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് അവരുടെ ഒരു വലിയ കോൺട്രിബ്യൂഷനാണ് ഖരോസ്തി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഖരോസ്തി സ്ക്രിപ്റ്റ് അറബിക്ക് പോലെയാണ്, റൈറ്റ് ടു ലെഫ്റ്റ് ആണ് എഴുതുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രൂഫ് കാണണമെങ്കിൽ 3rd സെഞ്ച്വറി BC നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അശോക ഇൻസ്ക്രിപ്ഷൻസിലൊക്കെ ഖരോസ്തി സ്ക്രിപ്റ്റിൻ്റെ യൂസേജ് കാണാൻ പറ്റും. ഈ ഒരു സ്ക്രിപ്റ്റ് ഏകദേശം 3rd സെഞ്ച്വറി AD വരെ കണ്ടിന്യൂ ചെയ്തിരുന്നു. ഇനി നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇറാനിയൻ കോയിൻസ് നമുക്ക് ഇറാനുമായിട്ടുള്ള ട്രേഡിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പഞ്ച് മാർക്ക്ഡ് കോയിൻസ് ഇറാനിയൻ ഇൻഫ്ലുവൻസിലൂടെ കിട്ടിയതാണെന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റില്ല. പക്ഷേ മൗര്യൻ പീരീഡിലുള്ള കുറേ സ്കൾപ്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഇറാൻ സ്റ്റൈലൊക്കെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുമായിരുന്നു. ഇനി അശോക ടൈമിലെ മോണ്യുമെൻറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി രാജധാനികളിൽ കാണപ്പെടുന്ന ബെൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സൊക്കെ ഇറാനിയൻ മോഡൽസിനെ റിസംബിൾ ചെയ്യുന്നതായിരുന്നു. ഇനി അശോക ടൈമിലുള്ള ഇഡക്ട്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രിയാമ്പിളിൽ കുറച്ച് വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലിബി എന്ന് പറയുന്ന ടേം ഇറാനിയൻ ടേമായിട്ടുള്ള ടിബി എന്ന് പറയുന്ന ടേമിൽ നിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഇറാനിയൻ ഇൻവേഷനോട് കൂടിയാണ് എന്ത് ചെയ്തത്, ഗ്രീക്സിന് ഇന്ത്യയുടെ വെൽത്തിനെ പറ്റി വ്യക്തമായ ധാരണ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഗ്രീക്സും വളരെ ഗ്രീഡി ആവാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞ കണക്ക് 1/3 ഓഫ് അവരുടെ ടോട്ടൽ റവന്യൂ ഈ ഒരു ഇത്രയൊരു ചെറിയ റീജിയനിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഗ്രീക്സിന് ഇന്ത്യയിൽ എത്തണമെന്നുള്ള ഒരു അത്യാഗ്രഹം ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ടാണ് അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അലക്സാണ്ടർ ഇൻവേഷനാണ്. അലക്സാണ്ടർ ഇൻവേഷൻ കാലഘട്ടം പറയുകയാണെങ്കിൽ 4th സെഞ്ച്വറി BC ആണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഗ്രീക്സും ഇറാനും തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് ഉണ്ടായിരുന്നു. ഒരു സൂപ്രമസിക്ക് വേണ്ടി വളരെ ഫൈറ്റ് നടന്നിരുന്നു. അപ്പം ഈ ഒരു അലക്സാണ്ടറിൻ്റെ ലീഡർഷിപ്പിലാണ് ആ ഒരു ഇൻവേഷൻ ഓഫ് അലക്സാണ്ടർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മെസഡോണിയൻ ഇൻവേഷൻ എന്ന് പറയും. അവർ അലക്സാണ്ടറിൻ്റെ ലീഡർഷിപ്പിൽ എന്ത് ചെയ്തു, ഇറാനിയൻ എംപയറിനെ തകർത്തു. അപ്പോൾ ഇറാനിയൻ എംപയർ കീഴടങ്ങിയതോടുകൂടി അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആയി മാറി. അലക്സാണ്ടർ ഏഷ്യ മാത്രമായിരുന്നില്ല ഇൻവേഡ് ചെയ്തത്, ഇറാഖ്, ഇറാൻ ഈ റീജിയൻ എല്ലാം തന്നെ കീഴടക്കി. ആ ഇറാനിൽ നിന്നാണ് ഇന്ത്യയിലേക്കുള്ള ആ ഒരു ഇൻവേഷൻ തുടങ്ങുന്നത്. അപ്പം മെയിനായിട്ട് അട്രാക്റ്റ് ചെയ്തത് ആ ഒരു റീജിയനിലുള്ള വെൽത്തിനെ പറ്റിയാണ്. ഇപ്പം ഫാദർ ഓഫ് ഹിസ്റ്ററി ഹെറോഡറ്റസ്, അതുപോലെ തന്നെ അതർ ഗ്രീക്ക് റൈറ്റേഴ്സ്, അപ്പം ഈ ഒരു ഹെറോഡറ്റസും ഗ്രീക്ക് റൈറ്റേഴ്സും ഒക്കെ ഇന്ത്യയെ പറ്റി പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അലക്സാണ്ടറിനെ ഇവിടെ ഇൻവേഡ് ചെയ്യാനായിട്ട് ടെംപ്റ്റേഷൻസ് വന്നു. അതുപോലെ അലക്സാണ്ടറിന് ഈ ഒരു നാച്ചുറൽ ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും ഒരു പ്രത്യേക പാഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു നമ്മുടെ ഇന്ത്യയിലെ ഈസ്റ്റേൺ സൈഡ് എന്ന് പറയുന്നത് കാസ്പിയൻ സീയുടെ കണ്ടിന്യൂഷൻ ആണെന്നാണ് അദ്ദേഹം കേട്ടിരുന്നത്. അതുപോലെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള കോൺകറേഴ്സ് അവരെല്ലാവരും കാളും തനിക്ക് ഈ റീജിയനിലെത്തി കോൺകർ ചെയ്ത് മികച്ചു നിൽക്കണം എന്നും അവിടെ മിത്തിക്കൽ എക്സ്പ്ലോയിറ്റിനേക്കാളും വളരെ എക്സ്പ്ലോയിറ്റേഷൻ തനിക്ക് നടത്തണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഈ ഒരു ടൈമിൽ നോർത്ത് വെസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻ അറിയാമല്ലോ. എപ്പോഴും ഒരു റീജിയനിലും യൂണിറ്റി ഇല്ല. അത് ആ ഒരു ഏരിയയെ കോൺകർ ചെയ്യാൻ വേണ്ടി വളരെ സ്യൂട്ടായിരുന്നു. ഒരുപാട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മൊണാർക്കീസും പിന്നെ കുറേ ട്രൈബൽ റിപ്പബ്ലിക്സും ഉണ്ടായിരുന്നു. അങ്ങനെ പീസസ് ആയിട്ട് കിടക്കുകയാണ് ഈ ഒരു ഏരിയ. ഇപ്പം മഗധ റീജിയൻ നോക്കുവാണെങ്കിൽ വലിയൊരു ഓർഗനൈസ്ഡ് എംപയറാണ്. പക്ഷേ നോർത്ത് വെസ്റ്റേൺ റീജിയനാണ് ഈ കുഞ്ഞു കുഞ്ഞ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മൊണാർക്കീസും ട്രൈബൽ യൂണിറ്റ്സുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അലക്സാണ്ടർ ഓരോന്നിനെ 1 by 1 ആയിട്ട് കോൺകർ ചെയ്ത് മുന്നോട്ട് വരുമായിരുന്നു. പക്ഷേ ഇവിടെ 2 ഫേമസ് റൂളേഴ്സ് ഉണ്ട്. ഒന്ന് ടാക്സിലയിലെ അംപി എന്ന് പറയുന്ന
പ്രിൻസും. അതുപോലെ തന്നെ പോരസ് കിങ്ഡത്തിൽ ആ ഒരു കിങ്ഡം ഏകദേശം വരുന്നത് ചെനാബിനും ജലത്തിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് റൂളേഴ്സ് ജോയിൻ്റ് ആയിട്ടല്ല അലക്സാണ്ടറിനോട് ഫൈറ്റ് ചെയ്തിരുന്നത്, പക്ഷേ ആ ഒരു റീജിയനിൽ എഫക്റ്റീവായിട്ടുള്ളൊരു എന്താണ് എഫക്റ്റീവായിട്ടുള്ളൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു വോള് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുമായിരുന്നു. പക്ഷേ ബാക്കി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സുകളൊന്നും അത്ര റെസിസ്റ്റ് ചെയ്ത് നിന്നിരുന്നില്ല. ഈ രണ്ട് റൂളേഴ്സ് മാത്രം, പോരസ് ആൻഡ് അംപി, ഇവർ രണ്ടുപേരുമായിരുന്നു കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള റൂളേഴ്സ് എന്ന് പറയാം. ഇനി പക്ഷേ ഇവർ രണ്ടും ഒരിക്കൽ പോലും ജോയിൻ്റ് ആയിട്ട് നിന്ന് പ്രവർത്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഖൈബർ പാസ് ആ ഒരു റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റാൻഡിങ് ആർമിയോ ഒന്നും നിലനിർത്തിയിരുന്നില്ല. അപ്പം അലക്സാണ്ടർ ഇറാനിൽ നിന്ന് പതുക്കെ കാബൂളിലെത്തി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഖൈബർ പാസ് അവിടെ ഫ്രീ ആയിട്ട് കിടക്കുവാണ്. വളരെ ഈസി ആയിട്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് കയറി. ഏകദേശം 5 മാസത്തിനുള്ളിൽ ഇൻഡസിൽ എത്തിക്കഴിഞ്ഞപ്പം ആദ്യം കാണുന്നത് അംപി എന്ന് പറയുന്ന റൂളറിനെയാണ് കാണുന്നത്. പക്ഷേ അലക്സാണ്ടറിൻ്റെ മുമ്പിൽ പെട്ടെന്ന് തന്നെ എല്ലാം സബ്മിറ്റ് ചെയ്ത് അദ്ദേഹം കീഴടങ്ങി. പിന്നീട് പതുക്കെ ജലത്തിനും ചെനാബിനും ഇടയ്ക്കാണ് പോറസിൻ്റെ കിങ്ഡം ഉള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് വളരെ കറേജുള്ളൊരു റൂളറിനെ അലക്സാണ്ടർ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അവർ തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിരുന്നു, പക്ഷേ പോറസ് ഡിഫീറ്റഡായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കറേജിൽ അലക്സാണ്ടർ ഇംപ്രസ്ഡ് ആവുകയും ആ ഒരു കിങ്ഡം റെസ്റ്റോർ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുകയും ചെയ്തു. അങ്ങനെ അവർ രണ്ടുപേരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലായി, അവർ തമ്മിൽ അലൈസായി. അതിനുശേഷം ജലത്തിൽ നിന്ന് നേരെ പോയത് ബിയാസ് റിവറിലേക്കാണ്. ബിയാസ് റിവറിൽ എത്തിക്കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആർമി അദ്ദേഹത്തോടൊപ്പം പോകാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. ഏകദേശം മെയിനായിട്ടുള്ള ഒന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏകദേശം 10 വർഷത്തോളം ഇത്രയും റീജിയൻ കോൺകർ ചെയ്ത് ക്യാമ്പയിൻ ചെയ്താണ് വരുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയിലെ ഹോട്ട് ക്ലൈമറ്റ് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഹോം സിക്കിലേക്കായി ആർമിയുടെ മൈൻഡ് ആ ഒരു ഹോം സിക്കിലേക്ക് മാറി. അതുപോലെ തന്നെ ഈ ഇന്ത്യൻസിൻ്റെ ആർട്ട് ഓഫ് വാറിനെ പറ്റി ഗ്രീക്ക് ഹിസ്റ്റോറിയൻസൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ നേഷനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഒരു വാറിലുള്ള ആർട്ട് വളരെ സുപ്പീരിയർ തന്നെയായിരുന്നു. എസ്പെഷ്യലി ഗംഗാ റീജിയൻ എന്ന് പറയുമ്പോൾ മഗധ എംപയർ, നന്ദ ഡൈനാസ്റ്റിയുടെ ടൈമിൽ അവരുടെ ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു പവർഫുൾ ആർമിയാണ്. ഇതിനെ പറ്റിയൊക്കെ ഇവർക്ക് വ്യക്തമായിട്ടുള്ള കേട്ടുകേൾവി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അലക്സാണ്ടറിൻ്റെ ആർമി അലക്സാണ്ടറിൻ്റെ വാക്കുകൾ 1 ഇഞ്ച് പോലും അലക്സാണ്ടറിനെ വിശ്വസിച്ചുകൊണ്ട് മൂവ് ചെയ്യാൻ അവർ ധൈര്യപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ അലക്സാണ്ടറിന് എനിമീസിന് മുമ്പിൽ കീഴടങ്ങുക എന്നുള്ളത് കേട്ടുകേൾവിയേ ഇല്ല. പക്ഷേ സ്വന്തം ആർമിയുടെ മുമ്പിൽ അദ്ദേഹം ഡിഫീറ്റഡായി. അദ്ദേഹം ആർമിയുടെ ആ ഒരു ആവശ്യം അക്സെപ്റ്റ് ചെയ്യുകയും എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഈസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യയിലേക്കുള്ള ഇൻവേഷൻ ആ ഒരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യാതെ അദ്ദേഹം തിരിച്ചു മടങ്ങുകയാണ് ഉണ്ടായത്. ഏകദേശം 19 മാസത്തോളം അദ്ദേഹം ഇന്ത്യയിലുണ്ടായിരുന്നു. കാലഘട്ടം പറയുകയാണെങ്കിൽ 326 BC to 325 BC കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഫുള്ള് ഫൈറ്റ് തന്നെ ആയിരുന്നു. അതുപോലെ അദ്ദേഹം കോൺക്വർ ചെയ്തുള്ള ഈ റീജിയനൊക്കെ ഗവേൺ ചെയ്യാനായിട്ട് 3 ഗ്രീക്ക് ഗവർണേഴ്സിനെ അദ്ദേഹം അപ്പോയിൻറ്റ് ചെയ്തിരുന്നു. ചില ഏരിയയിൽ അവിടുത്തെ തന്നെ നേരത്തെ പറഞ്ഞ കണക്ക് പോറസ് അദ്ദേഹത്തിൻ്റെ അലയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കിങ്ഡം ഭരിച്ചിരുന്നത് അദ്ദേഹം തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് പേർക്ക് ഇൻഡിപെൻഡൻസും അദ്ദേഹം കൊടുത്തിരുന്നു. അലക്സാണ്ടർ ഇൻവേഷൻ്റെ ഒരു എഫക്ട്സ് ഒക്കെ പറയുകയാണെങ്കിൽ ഏൻഷ്യൻ്റ് എംപയറുമായിട്ട്, അതായത് ആ ഒരു ഗ്രീക്ക് റീജിയണിലൊക്കെ ഉള്ള ഏൻഷ്യൻ്റ് എംപയറുമായിട്ടൊരു ഫസ്റ്റ് കോണ്ടാക്റ്റ് വരുന്നത് അലക്സാണ്ടർ ഇൻവേഷനിലൂടെയാണ്. അതുപോലെ തന്നെ ലാൻഡും സീ വഴിയുള്ള വ്യത്യസ്തമായിട്ടുള്ള 4 റൂട്ടുകൾ അലക്സാണ്ടർ ഇൻവേഷനിലൂടെ നമുക്ക് കിട്ടി. അതുപോലെ ഇവിടെ ഒരുപാട് ഗ്രീക്ക് മെർച്ചൻസും ക്രാഫ്റ്റ്മാനും വന്നു. അതുപോലെ അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരു ട്രേഡ് ഫെസിലിറ്റീസ് ഒരു ഹൈക്ക് ഉണ്ടാവാൻ തുടങ്ങി. അതുപോലെ ഒരുപാട് ഗ്രീക്ക് സെറ്റിൽമെൻറ്റ്സ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഫേമസ് ഒരു സിറ്റിയാണ് അലക്സാണ്ട്രിയ സിറ്റി. കാബൂളിലും സിന്ധ് റീജിയനിലായിട്ടാണ് ഈ സിറ്റി വരുന്നത്. ഇവിടെ ഈ ഒരു അലക്സാണ്ടർ ഇൻവേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് മൗര്യൻ എംപയറിൻ്റെ റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൗര്യൻ സെറ്റിൽമെൻറ്റ് ആയപ്പോഴേക്കും
വന്നെങ്കിലും ഈ ഒരു അലക്സാണ്ട്രിയ സിറ്റി അവർ നശിപ്പിക്കാതെ അത് നിലനിർത്തിയിരുന്നു. പിന്നെ ഈ മൗര്യൻ പീരീഡിലുള്ള ചന്ദ്രഗുപ്ത മൗര്യ ആണെങ്കിലും അശോക ആണെങ്കിലും അവരുടെ കാലഘട്ടത്തിൽ ഇവിടെ ഗ്രീക്ക് സെറ്റിൽമെൻറ്റ്സ് നിലനിന്നിരുന്നു. പിന്നീട് ഈ ഒരു അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇൻഡസിനെ ഒരു മിസ്റ്റീരിയസ് ഓഷനായിട്ടായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒരുപാട് കുഞ്ഞു കുഞ്ഞ് പ്രദേശങ്ങളാണ് കീഴടക്കി പോയിരുന്നത്. ഈ ഒരു തുച്ഛമായ സ്റ്റേറ്റ്സിലെല്ലാം പിന്നീട് അദ്ദേഹത്തിന് ആ ഒരു പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലുള്ള ആ ഒരു പവർ പതുക്കെ നഷ്ടമാവാൻ തുടങ്ങി. അതോടുകൂടി മൗര്യൻ എംപയർ മുന്നോട്ട് വരാൻ തുടങ്ങി. മൗര്യൻ എംപയർ ഈ ചന്ദ്രഗുപ്ത മൗര്യ ആണെങ്കിൽ തന്നെ അദ്ദേഹമാണ് മൗര്യൻ എംപയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹം അലക്സാണ്ടറിൻ്റെ ആ ഒരു മിലിറ്ററി സ്റ്റൈലും അതിൽ നിന്ന് കുറേ നോളജ് എടുത്തിട്ടാണ് മഗധൻ എംപയറിനെ തകർത്തത്. അങ്ങനെ എന്ത് ചെയ്തു, അലക്സാണ്ടറിൻ്റെ ആ ഒരു ഇൻവേഷനും ആ ബഹളങ്ങളൊക്കെ ഒന്ന് നിന്നു. മഗധ എംപയറിനെ ഡിസ്ട്രോയ് ചെയ്ത് പുതിയൊരു എംപയർ ഇന്ത്യയിലേക്ക് ഉദിച്ചു വരുവാണ്. അതാണ് മൗര്യൻ എംപയർ. അപ്പം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നത് മൗര്യൻ എംപയർ ആണ്. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.